ഞാൻ അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സാബുകുമാർ സാർ, ജിംബിജി, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഇതൊരു ഹൗസ് വാമിംഗ് ആണ്, ഒരു ആൻഡ്രോയിഡ് ട്രെയിനിങ് ആണ്. നമ്മളെല്ലാം ഹൗസ് വാമിംഗ് പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. ആക്ച്വലി ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്നാലും ഇത്രയും പേരെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എനിക്കുള്ള സന്തോഷം, ഒരു മനുഷ്യൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു, അവർക്ക് ജീവിതത്തിൽ ഒരു ഹോപ്പും ഇല്ല. ഫ്രണ്ടിലോട്ട് ജീവിതം എങ്ങനെ നടന്നൂടാ, ലക്ഷക്കണക്കിനുള്ള കടവുണ്ട്. അപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. വല്ലാത്തൊരവസ്ഥയിൽ വീട്ടുകാരെല്ലാം വളരെ മോശമായിട്ട് അവർക്ക് ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ യങ്ങായിട്ടൊരു കപ്പിൾ നിങ്ങളെ ഫ്രണ്ടിൽ വന്നിരുന്നാൽ നിങ്ങൾ എന്ത് അഡ്വൈസ് കൊടുക്കും? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമോ? എന്ത് പറയുന്നു? അങ്ങനെ ഒരു കപ്പിളായിരുന്നു. അത് ഞാൻ ഓർക്കും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പേപ്പർ എഴുതി എന്നെ കാണിക്കും. ആ പേപ്പർ എഴുതി കാണിക്കുക, അത് നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുകയും. പേപ്പറിൽ വെറുതെ എഴുതാൻ അവരന്ന് എഴുതിയത് എനിക്ക് ഇത്ര ആൾക്കാരെ കടമുണ്ടാവും പറഞ്ഞ് കടത്തിൻ്റെ ഒരു ലിസ്റ്റ് വെച്ചു. ഞാൻ അന്തം വിട്ടു കടത്തിൻ്റെ ലിസ്റ്റ് വെച്ചു. ഇത്ര അവർക്ക് ഇത്ര കൊടുക്കാറുണ്ട്, ഇവർക്ക് ഇത്ര കൊടുക്കാറുണ്ട്, ഇത്ര ഗോൾഡ് കിട്ടുന്നുണ്ട്, അത് ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞ് ഈ വീട് കണ്ടിട്ട് ഈ വീടിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതാണ് ഒരു ചെറിയ വീട്, ഒരു കുഞ്ഞു വീടെങ്കിലും വീട് വയ്ക്കണം, ഒരു ഫ്ലൈറ്റിൽ കയറി ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേപ്പറിൽ ഇങ്ങനെ കിട്ടും. ആ പേപ്പർ ഇങ്ങനെ വായിച്ചപ്പോൾ ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഒരു റിയലായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഞാൻ അധികം കാണുന്നത്. ഞാൻ അന്തം വിട്ടു. ഇത്രയും സ്വപ്നങ്ങളും വെച്ച് ഇത്രയും പ്രോബ്ലത്തിലുള്ള ഹസ്ബൻഡ് വൈഫും വളരെ യങ് ഏജ്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് കൊടുക്കാനൊരു ജോബ് കൊടുക്കാനുള്ള അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ബിസിനസ്സുണ്ട്, നിങ്ങൾ സീരിയസ് ആയിട്ട് നിൽക്കാന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഈ പേപ്പർ എഴുതിയ മുഴുവൻ സാധനങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ ആ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളോട് നിൽക്കും. എനിക്ക് ആ ഒരു ഉറപ്പില്ല. ഞാനത് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ നിന്ന് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറൗണ്ട് ഒരു 10 വർഷമായ 12 വർഷം 2013 12 വർഷമാണ്. 12 വർഷം നോക്കിക്കഴിഞ്ഞാൽ ആ പേപ്പറിൽ എഴുതുന്ന സാധനങ്ങളിൽ അത് മുഴുവൻ മുഴുവൻ അതിൽ ഒരു സാധനം എക്സ്ട്രെയിൻ ചെയ്തു. ഓക്കെ, കാരണം അവർ താമസിക്കുന്ന വീട് വയ്ക്കുന്ന അവിടെയായിരുന്നു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു അത് വയ്ക്കുന്ന മണ്ഡലം അത് കൊമേഴ്സ്യൽ സ്പേസ് ആണ്, അവിടെ നിങ്ങൾ നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ചെയ്യാൻ നോക്കും. വീട് വയ്ക്കാൻ നമുക്ക് വേറെ കുറച്ച് ഒഴിഞ്ഞ ഒരു സ്ഥലത്തോട്ട് വീട് വയ്ക്കും. ആ സിറ്റിക്കകത്ത് അത്രയും സിറ്റിക്കകത്ത് വീട് വെച്ചാൽ ഭയങ്കര നോയ്സൻസ് ആയിരിക്കും, നമുക്ക് മനസ്സമാനം കാണില്ല. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും. ഇന്ന് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അവർ കംപ്ലീറ്റ് ചെയ്തു. അവർ ഒഴിഞ്ഞ സ്ഥലത്ത് വീടും ചെയ്തു. അവർ എത്രയോ ഫോറിൻ ട്രിപ്പിന് പോയി. ആ കടം എഴുതിയിരുന്ന പേപ്പറിലുള്ള ഓരോ ആൾക്കാരെയും കണ്ട് ആ കടം കൊടുത്തിട്ട് വീട്ടിയിട്ട് അവരെന്നെ ഫോൺ വിളിച്ച് പറയാറുണ്ട്, നമ്മൾ എഴുതിയ ആ സാധനം ഞാൻ വീട്ടിൽ. ഓക്കെ, അതിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോഴാലോചിക്കുമ്പോൾ ദൈവമേ ഈ ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് കേടൽ ചോദിച്ചത്. ചുമ്മാ ഡയലോഗ് അടിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ പോകും, അത്രയല്ല. ഓക്കെ, ഈ ബിസിനസ്സിനുള്ള പവർ ആലോചിച്ചു. ഇത് ഒരാളുടെ സ്റ്റോറിയാണ്, എൻ്റെ ബില്ലിൻ്റെ സ്റ്റോറിയില്ല. കടത്തിൻ്റെ മേലെ കടവും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഈ ബിസിനസ്. ഞാനും ഇത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനൊരു ബുക്കിനകത്ത് എഴുതി വെച്ചിരുന്നത് എൻ്റെ സ്വപ്നം. ആ എല്ലാ സ്വപ്നത്തിലും വളരെ കുറച്ച് സ്വപ്നങ്ങളെ എണ്ണിയുള്ളൂ എൻ്റെ കയ്യിലുള്ളൂ. വളരെ കുറച്ച് എണ്ണിയാൽ ഒരു വിരലെണ്ണിയാൽ തീരുന്ന അത്രയും സ്വപ്നങ്ങളെ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളൂ. ആലോചിച്ച് നോക്കൂ, എത്ര വണ്ടർഫുൾ ബിസിനസ്. പല ആൾക്കാർക്കും പല ഫീൽഡ് വഴി പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, വീട് വയ്ക്കാൻ പറ്റുമോ. പക്ഷെ അവർ വീട് വെച്ചതിനും പൈസ ഉണ്ടാക്കിയ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അടുത്ത 6 മാസം അവർ ഒന്നും ചെയ്തില്ല. ഞാൻ വെറുതെ പറയണതല്ല, അവർ ഈ ബിസിനസ്സിന് വേണ്ടി യാതൊന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ഇൻകത്തിന് 1 രൂപ പോലും കുറയില്ല. ആവശ്യം നിങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ പല ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും. അടുത്ത 6 മാസം നിങ്ങൾ ആ കാര്യം ഒന്നും ചെയ്തില്ല, നിങ്ങളുടെ ഇൻകം എത്ര? 0 അല്ലേ? കഴിഞ്ഞു പരിപാടി. പക്ഷെ ഇവർ അടുത്ത 6 മാസമല്ല, അടുത്ത വർഷം ഇനി അങ്ങോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്താൽ അവർ ഇൻകത്തിൽ വ്യത്യാസം വരാൻ സാധ്യത കുറവാണ്. അങ്ങനത്തെ ഒരു കറക്റ്റ് സ്ട്രക്ചറിലാണ് അവർ ഈ ബിസിനസ് ചെയ്യുന്നത്. അത് 1ഉം 2ഉം ചെറിയ രൂപയൊന്നുമല്ല. ഇവിടുത്തെ ചീഫ് സെക്രട്ടറി കിട്ടിയതിനേക്കാളും കൂടുതൽ ഒരു സാധാരണ കപ്പൽ ഓൺ ഗോയിങ് ഇൻകം
എന്നുവെച്ചാൽ ഒരിക്കൽ പണിയെടുത്തു, ജീവിതകാലം പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കും. എത്ര ഒരു ഡിഗ്രി കൊള്ളാൻ തോന്നുന്നു. അപ്പൊ എന്റെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നിട്ട് തമാശയ്ക്കാണോ എത്ര സീരിയസ് ആയിട്ടാണോ പേപ്പർ എഴുതി കാണിച്ചതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ പേപ്പർ കണ്ടപ്പോൾ അവർ അതിനകത്ത് ജീവിതം ഉണ്ടായിരുന്നു. ആ പേപ്പർ എഴുതിയ മുഴുവൻ സാധനങ്ങൾ അവർ അച്ചീവ് ചെയ്യുന്നതാണ്. അതാണ് അതിനകത്ത്. ഞാൻ പല ആൾക്കാരുടെ പറയും, ഡ്രീംസ് നിങ്ങൾ എഴുതി കാണിക്കും, അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ രക്ഷപ്പെടും. എനിക്ക് നിങ്ങളുടെ വർക്ക് ചെയ്താൽ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ട് രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സാധ്യത ആ പേപ്പർ നോക്കിയാൽ പറയാൻ പറ്റുന്ന ഞാൻ പറയും. ഓക്കെ, ഞാൻ 100 പേരോട് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം എന്താണെന്ന് അറിയാം. നമുക്ക് ആർക്കെങ്കിലും ചിലവുണ്ട് ഒരു പേപ്പർ എടുത്ത് ആത്മാർത്ഥമായിട്ട് എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് നേടേണ്ടതെന്ന് പേപ്പർ എഴുതാനായിട്ട് നമുക്ക് എത്ര രൂപ ചെലവ് വരും? 2 രൂപ പോട്ടെ. നിങ്ങൾ കളയാൻ വെച്ചെന്ന് ഒരു സൈഡ് എഴുതി കളയാൻ വെച്ചെന്ന പേപ്പറിന്റെ മറ്റേ സൈഡിൽ എഴുതിയെന്ന് വെച്ചു, ചെലവില്ലല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെ എഴുതി കാണിക്കാൻ അത്ര സിമ്പിൾ ആണല്ലേ. പക്ഷെ 100 പേരെടുത്ത് പറഞ്ഞ ഏറ്റവും എക്സൈറ്റിംഗ് സാധനം എന്താണെന്ന് 80 പേര് ചെയ്യില്ല. എങ്ങനെയുണ്ട്? അതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എല്ലാവരും വിജയിക്കുക. ഒരു സക്സസ് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരൊന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തവരാണ് സക്സസ്ഫുൾ ആവുന്നത്. വലിയ കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യാൻ നെഗ്ലക്ട് ചെയ്തത്. അതിന്റെ ആവശ്യം ഡ്രീം എഴുതി വെച്ച ഉടനെ കിട്ടും. ഡ്രീം എഴുതി വെച്ച ഉടനെ കിട്ടൂല. ഡ്രീം എഴുതി വെക്കുകയും അതിനെ എല്ലാ ദിവസവും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ദീപ് പറഞ്ഞില്ലേ, ദീപ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു. ആ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എഴുതി ബുക്ക് എഴുതി വെച്ചപ്പോൾ ഞാൻ ആ എഴുതി വെച്ച സാധനങ്ങളെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കടം വീട്ടാൻ പോകുമ്പോൾ ഓരോരുത്തർക്കും ഞാൻ പൈസ കൊടുക്കുമ്പോൾ അവർക്ക് എന്തും കൂടെ ഗിഫ്റ്റായിട്ടാണ് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യണം. ഞാൻ പൈസ കൊടുക്കുമ്പോൾ അവർ പൈസ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഞാൻ ബുക്കിൽ എഴുതി വെച്ചതിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുക. ഞാനും ദീപും കൂടെ ഇവിടുന്ന് എറണാകുളം വരെ വണ്ടിയിൽ യാത്ര ചെയ്താൽ അതിൽ 10 മിനിറ്റെങ്കിലും ബിസിനസിന്റെ കാര്യം പറയുമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ പറയാറുണ്ട് 10 മിനിറ്റ് പോലും ബിസിനസിന്റെ കാര്യമല്ല. സാബു അവിടെ എത്ര ഫീ വന്നു നമ്മളെ അറിയാറില്ല. നമ്മൾ സംസാരിക്കണം മുഴുവൻ ദീപ് അടുത്ത ഐപാഡിന്റെ പുതിയ ഇറങ്ങി കേട്ടോ, i16, 17 ഇറങ്ങി. അപ്പൊ ദീപ് പറയും വേറൊരു സാധനം അവിടെ ഇറങ്ങി കേട്ടോ, ഇത് ഇറങ്ങി. ഇതല്ലാതെ അത് നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഡ്രീം ഇപ്പൊ നമ്മൾ അച്ചീവ് ചെയ്യുന്നു. ഞാൻ ദീപുടെ അടുത്ത സമയത്ത് സംസാരിച്ചപ്പോൾ അടുത്ത് വെക്കാൻ പോണ വീടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അടുത്തൊരു വീട് കുറച്ചുകൂടെ സാധനങ്ങൾ ഒരു നിലയിൽ 4 കെട്ട് ഒരു സാധനം ചെയ്തതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ദീപ് പറഞ്ഞു അത് കൊള്ളാലോ പരിപാടി വരുവാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. നമ്മൾ ഒരിക്കലും ഈ ബിസിനസ് PV ഇവിടെ നിന്ന് വരും, മറ്റവരോട് ഇത്ര പ്രോഡക്റ്റ് വാങ്ങിച്ചു അയാളോട് ചെയ്യാൻ എനിക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, സക്സസ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തുള്ള ആൾക്കാർക്ക് മാത്രമുള്ള സക്സസ്. ഡെസ്റ്റിനേഷൻ എന്താണ്? നിങ്ങൾ എവിടെ എത്താൻ പോകണമെന്ന് ഫിക്സ് ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതം 5 വർഷം കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം എന്ന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ ജീവിതം എന്താണോ അതിനേക്കാളും കുറച്ചുകൂടെ മോശമായിരിക്കും 5 വർഷം കഴിയുമ്പോൾ. ഡീഫോൾട്ടായിട്ട് ആർക്കും വിജയം ഉണ്ടാവാറില്ല. ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുന്നതെല്ലാം പരാജയമാണ്. ഓക്കെ, സക്സസ് ഈസ് എ പ്ലാൻഡ് ഇവന്റ് എന്നാണ്. വളരെ പ്ലാൻ ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ ഡ്രീംസ് എഴുതി വെക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും കൈവയ്ക്കാൻ ഞാൻ ഡ്രീം എഴുതി വെക്കുന്ന കാര്യം പക്ഷെ സാബ് അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കണ്ട നോക്കൂ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എഴുതി കൊടുക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ ഏത് അവസ്ഥയിലൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര മോശം ദീപുവിന്റെ അവസ്ഥയിൽ പെട്ടിട്ടുള്ള ആരും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആരും ദീപുവിന്റെ അവസ്ഥയിൽ നിന്നാണ് ഈ ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അത്ര മോശം അവസ്ഥയിലായിരുന്നു ദീപുവിനെ പേഴ്സണലി അറിയാവുന്നവർക്കാണ്. ഓക്കെ, ആ വീട്ടിൽ ഞാൻ പോയിട്ട് ഞാൻ ദീപുവിന്റെ പറഞ്ഞ് പാരന്റ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നിന്ന് മാറ്റാൻ പറ്റും. ഇത്രയും പെട്ടെന്ന് ഒരു വാടക വീട്ടിൻ്റെ അടുത്ത് ആ വീട്ടിൽ നിന്ന് മാറ്റാൻ പറ്റും. ഞാൻ ദീപ ആ വീട്ടിൽ നിന്ന് മാറ്റി 1 വർഷം 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആ വീട് ഇടിഞ്ഞു പോയി. സ്ഥിതി ആലോചിച്ച് നോക്കി എത്ര ഡേഞ്ചർ സിറ്റുവേഷൻ ഒരു വീട്ടിലാണ് അത് താമസിക്കുന്നത്. ഞാൻ ആ വീട്ടിൽ ഫസ്റ്റ് ബിസിനസ് പ്ലാൻ കാണാൻ പോകുമ്പോൾ രാജീവിനെയും പിന്നെ മഹേഷിനെയും സല്ലേട്ടനെയൊക്കെ ഞാൻ അവിടെ വെച്ച് കാണുമ്പോൾ ഞാനൊക്കെ ആലോചിക്കുന്നു ഈ വീട്ടിലൊക്കെ വെച്ച് എങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നത്, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള മീറ്റിംഗ്. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഹോൾ എടുത്ത് ആ വീട്ടിൽ വെച്ച് മീറ്റിംഗ് നടത്താൻ പറ്റാത്തതുകൊണ്ട് വേറൊരു ഹോൾ എടുത്ത് നമ്മൾ മീറ്റിംഗ് നടത്തുക പറഞ്ഞു. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യർ പേപ്പറിൽ ഇതാണ് എൻ്റെ സ്വപ്നങ്ങളെന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് എനിക്ക് വാട്സപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഈ ഇതിനകത്തിരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ് സാബെന്ന് പറഞ്ഞ് വാട്സപ്പ്. അത് നോക്കിയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ 3 മാസം കഴിഞ്ഞിട്ട് പോകുന്നു. ഇതൊക്കെ ഇതൊരു 2 വർഷമൊക്കെ നിൽക്കും.
അത് കഴിയുമ്പോൾ എന്തോന്ന് ബിസിനസ് ഇതിനേക്കാളും നല്ല വേറെ പരിപാടിയിൽ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്. അത് ഡ്രീം നോക്കി അറിയാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഓക്കെ. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഏത് ഫീൽഡിലും ആയിക്കോട്ടെ. ഞാൻ ഒരു ഫീൽഡ് മോശം എന്ന് പറയാൻ ആളല്ല. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്, എൻ്റെ കൺസ്ട്രക്ഷൻ മോശം എന്ന് പറയില്ല. പക്ഷെ ഇന്ന് ഈ ബിസിനസ്സിനകത്ത് എനിക്ക് കാണുന്ന ഒരു വലിയ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് അടുത്ത 2 വർഷം ഒരു വർക്ക് കിട്ടിയില്ലെന്ന് വെച്ചു, ഒരു വർക്ക് ഞാൻ ചെയ്തില്ലെന്ന് വെച്ചു. ഞാൻ ഇപ്പം ചെയ്യാറില്ല വർക്ക് വലുതായിട്ട്, വളരെ കുറച്ച് ചെയ്യാറുള്ളൂ. ഇതുപോലെ മിക്കവാറും നമ്മൾ ടീമിലേക്ക് ആൾക്കാരുടെ വീടുകളൊക്കെ ചെയ്യുന്നതായിരിക്കാം മിക്കവാറും. ഇനി അതുകൊണ്ട് ആശ പറഞ്ഞു കേട്ടുകൊണ്ട് എല്ലാവരും കൂടെ വീട് വരയ്ക്കാനായിട്ട് എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ പരിപാടി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ വീട് വയ്ക്കണല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്വപ്നം എന്തോ ആയിക്കോട്ടെ, ഈ ജസ്റ്റ് ഒരു പേപ്പറിനകത്ത് എഴുതൂ. എന്നിട്ട് എന്റെ ജീവിതത്തിൽ അടുത്ത 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുകയും ഒരു തെറ്റുമില്ല. അത് നമുക്ക് അങ്ങനെ ചിന്തിക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഫീൽഡും മോശമെന്നല്ല ഞാൻ പറഞ്ഞു, ഏത് ഫീൽഡിൽ കൂടെ എല്ലാം ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഈ ഫീൽഡിന്റെ മാത്രം ഒരു പ്രത്യേകത, ഇത് വലുതാവും തോറും, ഇൻകം കൂടുതൽ കിട്ടും തോറും നിങ്ങൾ ഫ്രീ ആയിക്കൊണ്ടിരിക്കും. വേറെ ഒരു ബിസിനസ്സിലും ഒരു ഫീൽഡിലും നിങ്ങൾ ഇൻകം കൂടുതൽ കിട്ടുന്ന ലെവലിൽ എത്തും തോറും നിങ്ങൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കും. ശരിയാണോ? അത് ഏറ്റവും ബിസി ആയിട്ടുള്ള ഡോക്ടറിനെ സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും ബിസിയുള്ള അഡ്വക്കേറ്റിനെ സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും ബിസിയുള്ള എഞ്ചിനീയറിനെ സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? അവർ ഏറ്റവും തിരക്കുണ്ടാവുമ്പോൾ അവർക്ക് ഇൻകം കൂടുതലായിരിക്കും, അല്ലേ? ഈ ബിസിനസ്സിൽ ഇൻകം കൂടുന്തോറും നമ്മൾ ഫ്രീ ആയിരിക്കും. അതെങ്ങനെയുണ്ട് ഐഡിയ? അതെങ്ങനെയുണ്ട്? ഞാൻ ഈ ടീമിൽ, ദീപുവിന്റെ ടീമിൽ ഒരു എറൗണ്ട് ഒരു 50,000-നും 70,000-നും ഇടയ്ക്ക് രൂപ ദീപുവിന്റെ ബിസിനസ് നിന്ന് എനിക്ക് കിട്ടാറില്ല, സത്യസന്ധമായി. കഴിഞ്ഞ എത്ര വർഷമായിട്ട് ദീപു പ്ലാറ്റിനാണ്? 10 വർഷമായിട്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ 10-60,000 രൂപ കിട്ടാനായിട്ട് ഞാൻ മാസത്തിൽ ഒരേ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ വരും. ആദ്യത്തെ 5 വർഷം. കഴിഞ്ഞ 5 വർഷമായിട്ട് അതും ഒരു പണിയും ചെയ്യാതെ 10-60,000 രൂപ കഴിഞ്ഞ 10 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതിന് ഒരേ ഒരു കാരണം, ഒരേ ഒരു ജോലി ഞാൻ ചെയ്തു. എന്താണെന്നറിയാമോ? അയാൾ സ്വപ്നങ്ങൾ എനിക്ക് തന്നില്ലേ, ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പോസിബിളായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ചിന്തിക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്തിരിക്കും. അതിന്റെ റിട്ടേൺ എങ്ങനെയുണ്ട്? ഈ ജീവിതകാലം 10-60,000 രൂപ ഒരു പണി കിട്ടും. ഞാൻ അത് എന്റെ കാര്യം കഴിക്കും. അടുത്ത ആളിനെ ഞാൻ ഇപ്പം പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അയാളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വാങ്ങിക്കുകയും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്ക് എത്ര കിട്ടാം? 10-60,000 രൂപ കിട്ടാം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേരുടെ സ്വപ്നം അച്ചീവ് കൊടുക്കാം? അത്യാഗ്രഹമില്ലാത്തൊരു ഫിഗർ പറയും. ഈ ബിസിനസ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനമാണ്. ആൾക്കാരെ സഹായിക്കുന്നതോറും നമ്മൾ ഇൻകം കൂടിക്കൊണ്ടിരിക്കും. വേറെ ഏതെങ്കിലും സാധനത്തിൽ ആൾക്കാരെ സഹായിക്കാൻ നമ്മുടെ സ്ഥിതി അലിച്ചു. ആൾക്കാരെ സഹായിക്കുന്നത് എനിക്ക് എത്ര പേര് ഡ്രീംസ് എഴുതി എനിക്ക് അയക്കാൻ തയ്യാറുണ്ട്. നിങ്ങൾ ഡ്രീംസ് സത്യസന്ധമായിട്ടാണ്. ഞാൻ അതിൽ നിങ്ങൾ എഴുതിയതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ വേണമെന്ന് ഞാൻ എങ്ങനെ എഴുതുമെന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞുതരാം. അത് കറക്ഷൻ വേണമെങ്കിൽ കറക്ഷൻ വരുത്തി തരാം. സിൻസിയറായിട്ട് നിങ്ങൾ എഴുതി തരാൻ എനിക്ക് ഓരോ ഉറപ്പ് തരാൻ പറ്റും. ഐ ആം റെഡി ടു വർക്ക് ടു അച്ചീവ് ദാറ്റ്. ഈ സെന്റൻസ് എനിക്ക് എന്റെ അപ്ലൈനല്ലാതെ എന്റെ സ്വന്തം പാരന്റ്സിന് പോലും പറയാൻ പറ്റിയിട്ടില്ല. ഈ ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ എഴുതിക്കോ, അത് അച്ചീവ് ചെയ്യണവരെ ഞാൻ നിന്നോട് നിൽക്കാന്ന് എന്റെ സ്വന്തം പാരന്റ്സിന് പോലും പറയാൻ പറ്റിയിട്ടില്ല. എന്റെ അപ്ലൈൻ പറയാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം നിന്നിട്ടുണ്ട്. ഹൗ ഇസ് ദാറ്റ്? ഇസ് ഇറ്റ് ഗുഡ്? അതാണ് ഞാനും ടീമുള്ളത്. അതാണ് ഞാനും എന്റെ ടീമിലുള്ള പല ആൾക്കാരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാനും പെരീസാർ സാറുള്ള ബന്ധമാണ്. ഓക്കെ. ഞാൻ ഈ സമയത്ത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കപ്പിളുണ്ട്. ഞാൻ അവരെ ഞാൻ മെൻഷൻ ചെയ്യാതെ പോയാൽ തന്നെ ഭയങ്കര മണ്ടത്തുണ്ട്. ഓക്കെ. കായംകുളം ബിസിനസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വീട്ടിൽ പോകും. ഒരു വീട്ടിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞൊരു കപ്പിൾ പറയുകയും ഞാൻ ആദ്യമായിട്ട് കായംകുളത്തൊന്നും പോണത് ദീപുവിൻ്റെ വീട്ടിലല്ല. ഞാൻ പോണത് സൺലൈറ്റിൻ്റെ രേഖയുടെ വീട്ടിലാണ്. ആ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ പിന്നീട് പറഞ്ഞു എങ്ങനെ ആവുമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരാളെ സ്പോൺസർ ചെയ്യാൻ പോകുന്നത്, ഒരു സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഒരാളെ സ്പോൺസർ ചെയ്യാൻ നല്ലപോലെ പ്രാർത്ഥിച്ച് കിട്ടിയായിരുന്നു. ഇത് നമ്മൾ അവരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആവണം. ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമില്ല. സിൻസിയറായിട്ട് അവൻ്റെ വീട്ടിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആ ബോറിൻ്റെ അവിടെ ചെന്നിട്ട് 1 മിനിറ്റ് ഇത് വലിയ സംഭവമാണ്. ഇന്ന് ആ 2 കപ്പിളും കാരണമാണ് ഒരുപക്ഷെ ഈ മൊത്തം ദീപിൻ്റെ ടീമും ഓർഗനൈസേഷനും ഉണ്ടായിരുന്നാലും അത്രമാത്രം എനിക്ക് കമ്മിറ്റ്മെൻ്റുള്ള ഒരു കപ്പിളാണ് ജേബി. അവർക്ക് നല്ലൊരു ക്ലാസ്. അതെന്തോന്ന് ഓക്കെ, ഗുഡ്. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് എൻ്റെ ടീമിൽ, നിങ്ങളാണ് നമുക്ക് അവസരം ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയണം, നല്ല സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ സ്വപ്നങ്ങൾ കാണുകയും നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്യുന്നത് നിങ്ങളെ കുട്ടികൾ കാണട്ടെ. ഓക്കെ. എന്നിട്ട് കുട്ടികൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്താണ്
അതാ നീ വലുതായിട്ട് എന്നെ പോലെ ആവണം. എത്ര പേരൻസ് ഞങ്ങൾ പറയാൻ ധൈര്യം? ഓക്കെ, പല ആൾക്കാരും പറഞ്ഞാൽ നീ പഠിച്ച് വലിയ ആളാവണം, മറ്റവരെ പോലെ ആവുക. ഇല്ല, നീ പഠിച്ച് ജീവിതത്തിൽ എന്നെ പോലെ. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറയാം, നിങ്ങൾ പഠിച്ച് വലുതായി എല്ലാ ആയിട്ട് ഞാനും എൻ്റെ അമ്മയും ജീവിച്ചതുപോലെ വേണം ജീവിതത്തിൽ ജീവിക്കും. സ്വപ്നങ്ങൾ എഴുതി വെച്ച് അത് ഓരോ സ്വപ്നങ്ങളും അച്ചീവ് ചെയ്ത് സക്സസ്ഫുൾ. ഒരു സ്വപ്നം കഴിയുമ്പോൾ അടുത്ത സ്വപ്നം എഴുതുക. അങ്ങനെ സ്വപ്നങ്ങളും മേലെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്ത് പോകും. അതാണ് ജീവിതം. സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, കേട്ടിട്ടില്ല? ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. ഓക്കെ, ഒരു ഡ്രീമിനടുത്ത് ഞാൻ എൻ്റെ ഡ്രീംസിലൊക്കെ ഇനിയിപ്പോൾ യാത്രകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ മാസവും യാത്ര പോകും. എവിടെയൊക്കെ ഞാൻ ഇപ്പോൾ അതിനിടയ്ക്ക് പോയി പോകും. ഓക്കെ, ഞാനും ഇന്നിവിടെ 10-12 രാജ്യങ്ങളിൽ പോയി. ദീപമൊക്കെ 7 രാജ്യങ്ങൾ 6-7 രാജ്യങ്ങളിൽ പോയി അല്ലേ? ദീപം ആദ്യം എഴുതി വെച്ച ഡ്രീം ഫോറിൻ ട്രിപ്പിന്, ഒരു ഫോറിൻ ട്രിപ്പിന് പോകണമെന്നാണ്. അപ്പം തന്നെ 6-7 ട്രിപ്പ് അവർ ഓൾറെഡി പോയിട്ടുണ്ട്. അവർ ഒരു വീട് വെച്ചാൽ മതിയായിരുന്നു, അതിൻ്റെ റൂഫ് ലീക്ക് ഇല്ലായിരുന്നാൽ മതിയായിരുന്നു ചിന്തിച്ചവർ ഇന്ന് ഷോപ്പിംഗ് മോളും ചെയ്തു. അവർ കടം വീട്ടാനായിട്ട് അവസാനം എനിക്ക് ദീപ് പറഞ്ഞ 5000 ചെറിയ ഫിഗർ കടം വീട്ടാനായിട്ട് ഒരാൾ പോയപ്പോൾ അയാൾ മറന്നുപോയി ദീപ് പൈസ കൊടുക്കാറുണ്ട്. അത് എങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് അല്ലേ? എത്ര ഒരു ഫിഗർ ആയിരുന്നു? 6000 രൂപ എന്തോ. അയാൾ മറന്നു ദീപ് കടം വാങ്ങിച്ചു. ദീപ് ആ പൈസ എഴുതി വെച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ അയാൾ ഏത് പൈസ പണ്ട് ഞാൻ മേടിച്ചിരുന്നത് ദീപ് കൊണ്ട് കൊടുക്കുക. അങ്ങനെ എല്ലാവരുടെ കടവും പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ എല്ലാവരും റൈറ്റ് ഓഫ് ചെയ്തിരുന്ന ഒരു കപ്പിളാണ്. ഇന്ന് അവർ രണ്ടുപേരും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കപ്പിളാണ് അവരുടെ ഫാമിലി. അവരുടെ ഫാമിലി എല്ലാത്തിനും ദീപനെ വിളിക്കുന്നു. നോക്കൂ, ഒരു മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷൻ. അവർ ഈ ബിസിനസ് അല്ലാതെ വേറെ ഒന്നും ചെയ്തു, ഉള്ളി ഈ ബിസിനസ് കൂടെ മാത്രം കഴിഞ്ഞ 12 വർഷം. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ പോലും എൻ്റെ മോളും വന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മോള് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, മോന് ആർമി ലെഫ്റ്റനന്റ് ആണ്. അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ റിട്ടയർ ചെയ്തതിനു ശേഷം ഇപ്രാവശ്യം ലീവ് വന്നു റിട്ടയർ 10 വർഷം കഴിഞ്ഞ് എനിക്ക് റിട്ടയർ ചെയ്യാൻ പ്ലാനാണ്, എനിക്ക് അതിനുശേഷം കണ്ടിന്യൂ പ്ലാനില്ല. ഞാൻ അടുത്ത ഏത് പ്രൊഫഷൻ നോക്കണം? ഞാൻ പറഞ്ഞു ഈ ബിസിനസ്, വേറെ ഏത് പ്രൊഫഷൻ? ഈ ബിസിനസ്. അവന് വേണ്ടി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അവൻ 10 വർഷം റിട്ടയർ ചെയ്ത് വരുമ്പോൾ അവൻ റിട്ടയർമെന്റ് അവസാനം വാങ്ങിച്ച ഇൻകത്തിനേക്കാളും കൂടുതൽ ഇൻകം ആ ബിസിനസ്സിൽ ആക്കി വെച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അവൻ വന്നിട്ട് അവൻ ചെയ്താൽ മതി. എൻ്റെ മോള് അവൾ പറഞ്ഞ് എനിക്ക് വെച്ചാൽ പഠിച്ചിറങ്ങിയിട്ട് ഒരു വർഷം 2 വർഷം എവിടെയെങ്കിലും ഒരു കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യണമെന്നാണ്. അങ്ങനെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ്റെ പ്ലാൻ? സ്വന്തമായിട്ട് ഫോം തുടങ്ങുന്നതാണ്, അതോ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിൽ ട്രൈ ചെയ്യണം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, 2 വർഷം കോർപ്പറേറ്റിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് വാ. അത് കഴിഞ്ഞാൽ ഈ ബിസിനസ് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവളിപ്പോൾ 9% ആയി. അവൾ ഈ മാസം 12% ആവുന്നതാണ് പ്ലാൻ. എൻ്റെ പ്ലാൻ അടുത്ത 6 മാസം മുതൽ 9 മാസം അവർ പ്ലാറ്റിനം സിൽവർ പ്രൊഡ്യൂസർ ആക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. എന്ന് പറഞ്ഞാൽ അവൾ 1 വർഷമോ 2 വർഷം ജോലി ചെയ്ത് വരുമ്പോൾ അവൾ ലാസ്റ്റ് വന്ന സാലറിക്കാളും കൂടുതൽ ഇൻകം കിട്ടുന്ന രീതിയിൽ ഈ ബിസിനസ്സിനായിട്ട് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് പ്ലാൻ. നമുക്ക് എത്ര പേർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ നമ്മളെ കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന എത്ര പേരുടെ കയ്യിലുണ്ട് സാധനം? അപ്പൊ ഈ വേറെ ഒരു ഫീൽഡായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ പലരും വരും. എന്തൊക്കെ പറയുന്ന അറിയാമോ? ഞാൻ കുറെ കാലം കൊണ്ട് ചെയ്യണം, നടക്കണത് ഒക്കെ പറയും. അല്ലെങ്കിൽ ഞാൻ പണ്ട് ചെയ്തിരുന്നു, നടന്നില്ല, അതൊക്കെ പറയും. പക്ഷെ ഈ ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ നടന്നു പോകുന്ന സാധനമല്ല. ഇത് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട രീതിയുണ്ട്. ആ രീതി കൂടെ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട്. അല്ല, നമ്മൾ നമ്മളതായ രീതിയും മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ സക്സസ്ഫുൾ ആകുമായിരിക്കും. പക്ഷെ എളുപ്പമാർഗം ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ഒരാൾ പറയണം അതേ മാർഗം എളുപ്പമാണ്. അത് ഞാൻ എല്ലാ ആൾക്കാർക്കും പറയുന്നു. ഞാൻ ഇന്ന് എൻ്റെ ടീമിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മെജോറിറ്റി ആൾക്കാരെടുത്ത് കഴിഞ്ഞാൽ അവരൊക്കെ സാധാരണക്കാരൻ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അത്രയും അതിനേക്കാളും ഭയങ്കര പ്രോബ്ലത്തിനും പ്രശ്നത്തിനും വന്ന ആൾക്കാർ. ഞാനും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ വിശ്വസിച്ചില്ല, 2000 രൂപ വാടകയ്ക്ക് ഒരു വീട്ടിൽ എൻ്റെ മോൾക്ക് ബർത്ത്ഡേക്ക് 100 രൂപ മുടക്കി കേക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റാതെ ഞാൻ ഇതിലൂടെ കരഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് അതേ മോക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് അടുത്ത 2-3 വർഷം കഴിഞ്ഞ് ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേക്ക് ഡയമണ്ടിൻ്റെ നെക്ലസും വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഈ ബിസിനസ് എല്ലാത്തിനും സ്കോപ്പുണ്ട്. എന്നെ ഈ ബിസിനസ് സ്പോൺസർ ചെയ്ത ആളുടെ ഒരു മാസത്തെ ഇൻകം ഞാൻ ഇന്ത്യയിലെ മാത്രം ഫിഗർ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അത് ഏകദേശം 16 ലക്ഷം രൂപ ഒരു മാസം ഈ ബിസിനസ്. ഓക്കെ, എൻ്റെ ടീമിൽ 1.25-നും 2 ലക്ഷം രൂപയ്ക്ക് ആ ടീമിൽ കിട്ടിയ ആൾക്കാർ എൻ്റെ ടീമിൽ ഇവിടെ ഉണ്ട്. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ബിസിനസ്. ഇവിടെ 1000 രൂപ കഴിഞ്ഞ 15 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആളുമാണ്. അതൊക്കെ ഓക്കെ. ഇനി 1 ലക്ഷം രൂപ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെടുത്ത് നോക്കിയാലും അവർ വ്യക്തമായ ഡ്രീം ചെയ്തിട്ടുണ്ടാവും, അവർ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും അവർ
ഇത് ഒരിടത്ത് എത്താത്ത ആൾക്കാർക്ക് ഒരു ഡെസ്റ്റിനേഷൻ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല, ഇപ്പോഴും കാണില്ല, 5 വർഷം കഴിഞ്ഞാലും കാണും. അവർ ജീവിതം വന്നതുപോലെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു. എന്താ കിട്ടുമോ വരണം, അതുപോലെ കിട്ടിക്കൊണ്ട് ഇങ്ങനെ കിട്ടി പോകാനാണ്. എവിടെയെങ്കിലും ഒരിടത്ത് സ്ട്രക്കപ്പ് ആവേണം, അവിടെ തീർന്നേക്കും. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആദ്യം ടെൻഷൻ. ഓക്കെ, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇതൊരു നല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും മോസ്റ്റ് സക്സസ്, ഒരു എന്താണ് സന്തോഷമുള്ള ഒരു ദിവസമാണ്. എൻ്റെ ഫ്രണ്ടിലൊരു പയ്യൻ ഒരു ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് ഒരാൾ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തത് മുഴുവൻ അയാളാണ്. വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ നീ പറഞ്ഞതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് വിശ്വസിക്കില്ല. അയാളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നതിനകത്ത് അവരവർ തന്നെ ചെയ്യും. അതിനകത്തൊന്നും വേറെ ആർക്കും ചെയ്യാനുണ്ട്. നമ്മൾ അവർക്ക് തന്നെ പണിയെടുക്കണം. അത് വേണ്ടേ? അതല്ലേ എന്നൊരു കാര്യം. പക്ഷെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതല്ലേ നമുക്ക് അറിയേണ്ടത്. നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കണേ, എന്നിട്ട് സക്സസ്ഫുൾ ആയില്ലെന്നാണെങ്കിൽ എന്ത് കാര്യം ഇരിക്കുന്നത്? അപ്പൊ ചെയ്യാനുള്ള കാര്യം വളരെ സിമ്പിൾ ആയിരിക്കും. ചിലപ്പോൾ ആ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ്, നടന്നു കയറിയങ്ങ് പോവാം. അത്ര എളുപ്പമാണ്. ദീപു ഈ ബിസിനസ് സിൽവർ ഫിഷർ എത്ര മാസം കൊണ്ടെന്ന് അറിയാൻ പറ്റും? 3 months ഉണ്ടാവും. 1 ലക്ഷം രൂപ ഇൻകം ചെയ്ത് 3 months. 15 വർഷമായിട്ട് എത്താത്ത ആളിൽ എനിക്കറിയാലോ പേഴ്സണലി. സോ വാട്ട്? അയാളത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പാടും. ദീപുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്ക് ആ മനുഷ്യന്റെ ഭയങ്കര ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ എനിക്കൊരു ഗൈഡൻസ് കൊടുക്കാം, ഞാൻ ആലോചിച്ചിട്ടേ ഗൈഡൻസ് കൊടുക്കും. ഇയാളുടെ ഇത് പറയണോ, ഞാൻ ദീപു ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ദീപു ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ തുടങ്ങി. 10 മിനിറ്റ് ഞാൻ ആലോചിച്ചിട്ടേ മറുപടി കൊടുക്കും. കാരണം എന്തറിയാമോ, ചെയ്തു കളയുകയാണ്. അത് ചിലവരൊരു സംശയം, ഞാൻ അപ്പം തന്നെ ആൻസർ എനിക്കറിയാം ചെയ്യില്ല, ഒരു ടെൻഷനില്ല, ധൈര്യമായിട്ട് ചെയ്തു. എനിക്കറിയാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തിനു വേണ്ടി ചെയ്യണമെന്നുള്ളത് ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് വർക്കാവും. ആ ക്വസ്റ്റ്യന് പ്രത്യേകിച്ച് ആൻസറുകൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെ കൂടി ഒരു സുപ്രാതി തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ട് ഒരിടത്തും നമ്മൾ എത്തിക്കാണില്ല. ഞാൻ ഈ ഫീൽഡിനെ വേറെ ഒരു ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യണമല്ല, പക്ഷെ ഈ ഫീൽഡിൽ കിട്ടുന്ന ഒരു കാര്യം ഒരു ഫീൽഡിൽ കിട്ടുന്ന കാര്യം ഒരു ഫീൽഡിൽ കിട്ടും റെസ്പെക്ട്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ മണിയാണ്. ഏത് ലെവലിൽ ഈ ബിസിനസ്സിൽ സ്വന്തമായിട്ട് ലിയർ ജെറ്റുള്ള ആൾക്കാരെ ഞാൻ ഷേക്കാൻ കൊടുക്കുന്നു. സ്വന്തമായിട്ട് ഫ്ലൈറ്റ് വാങ്ങിച്ച ആൾക്കാർ ഈ ബിസിനസ്സിൽ ഞാൻ ഷേക്കാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പേഴ്സണൽ അവരുടെ റൂമിൽ അവരുടെ ഗൈഡൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, ബുക്ക് എഴുതിയെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. മണി ഇഷ്ടം പോലെ. രണ്ടാമത്തെ ഏറ്റവും വലിയ സാധനമാണ് ദീപ് പറയുന്ന സാധനം. എന്താണെന്ന് അറിയാം, ആൾക്കാരുടെ റെസ്പെക്ട്, സ്നേഹം. വേറെ ഒരു ഫീൽഡിലും അൺകണ്ടീഷണൽ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യണം ഞാൻ കണ്ടിട്ട്. സ്നേഹമുള്ള ആൾക്കാർ. ഇപ്പൊ ഷെരീഫ് ഏട്ടൻ, അവർ കാരണമാണ് ഈ ബിസിനസ് മൊത്തം ഇവിടെ നടക്കാൻ കാരണം. അവരാണ് ഇവരെയൊക്കെ ദീപുനെ സ്പോൺസർ ചെയ്തത്. അത് മാത്രമല്ല, എനിക്ക് കൊല്ലം സൈഡിൽ പുല്ലൂർ സൈഡിൽ പോയാൽ എനിക്ക് താമസിക്കുന്ന വീടുണ്ട്. എൻ്റെ സ്വന്തം വീടിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള വീടുണ്ട്. ഓക്കെ, എറണാകുളത്ത് ഞാൻ പോയ രാജീവ് എനിക്ക് അവരുടെ വീടുണ്ട്. ഇഷ്ടം എല്ലാവരെയും ഈ ബിസിനസ്സിലൂടെ പരിചയപ്പെട്ടവരാണ്. ഓക്കെ, പിന്നെ ഇവരെല്ലാം ഇപ്പം നമ്മളെ മഹേഷ് ഇവരെല്ലാവരും എത്രയോ പേര് എനിക്ക് തൃശ്ശൂർ പോയാണെങ്കിൽ ഇവരെ കുറിച്ച് ഓർക്കാൻ നമുക്ക് തൃശ്ശൂർ പാസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാസർഗോഡ് പാലക്കാട് നിന്ന് ആൾക്കാർ എന്നെ തിരിപ്പുണ്ട്. പാലക്കാട് ചെന്നാൽ എനിക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഫോൺ കോൾ ചെയ്താൽ വരാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ടിൽ ഓടി പറഞ്ഞ എത്ര പേരുണ്ടെന്ന് അറിയാം. ഇടുക്കി ചെന്നാൽ എത്ര പേരുണ്ട്. അത് ഈ ബിസിനസ് കിട്ടിയല്ലേ റെസ്പെക്റ്റും റെക്കഗ്നീഷനും. അത് ഈ ബിസിനസ്. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഏത് ലെവൽ വരെ ചെയ്യണോ അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെയുണ്ട്? അതൊരു ഫീൽഡിൽ കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ 10 ലക്ഷം രൂപ ലെവലിലാണ്. ഇപ്പൊ പെരിയസ്വാമി സാർ നാളെ നിർത്തിപ്പോണം വിചാരിച്ചു. 16 ലക്ഷം രൂപ ഇന്ത്യയിൽ നിന്നും പിന്നെ മലേഷ്യയിൽ നിന്നും ഡബിൾ ഡയമണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റുപ്പി ഒരു 10-20 ലക്ഷം രൂപ കിട്ടുന്നുണ്ടാവും. അത്രയും രൂപ അദ്ദേഹം ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ. അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാലും വന്നുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്? എങ്ങനെ ചിലവ്? ഞാൻ ആലോചിച്ചു, സാർ എങ്ങനെ ചിലവാക്കി തീർക്കും ഇത്രയും രൂപ? ഓക്കെ, 10ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല. 8ാം ക്ലാസ് 10ാം ക്ലാസ് ഡ്രോപ്പാണ്. പാസ്സായിട്ട് അതിലൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പൊ എനിവേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സന്തോഷം, ജീവിത സന്തോഷം പാർട്ടാവാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം വന്നല്ലോ, അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നമ്മളെല്ലാ പ്രാർത്ഥനയുണ്ട്. ദീപിന്റെ അടുത്ത ഡ്രീം ലിസ്റ്റ് അവിടെ ദീപ് ഉടനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെയിറ്റിംഗ്. ആക്ച്വലി ദീപും ആശയപ്പെട്ടിരുന്ന അടുത്ത അവരെ പേപ്പറിൽ എഴുതി എല്ലാം തീർന്നു. അടുത്ത പുതിയ ലിസ്റ്റ് ഓഫ് ഡ്രീം അവർ ഉടനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ദീപിന്റെ അടുത്ത ലെവലിൽ പോകാനായിട്ടായിരിക്കും അദ്ദേഹം അടുത്ത വർക്കുകൾ. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഒരു
ഡ്രീം ഉണ്ടാവട്ടെ. നിങ്ങൾ ഓരോ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾ കുട്ടികളെ കാണിച്ചു നോക്കടാ, ഞാൻ എഴുതി വെച്ച ഡ്രീം ഞാൻ അച്ചീവ് ചെയ്താണ്. ഓക്കെ, എന്നിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് പിള്ളേർക്ക് മനസ്സിലാവണം, പിള്ളേർക്ക് നിങ്ങൾ ഹീറോ ആകുമ്പോൾ. അല്ലെങ്കിൽ പിള്ളേരുടെ ഇപ്പോഴത്തെ ഹീറോ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും കിട്ടാരൊക്കെ അവരുടെ ഹീറോ ആരെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് തന്നെ പറയാം. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയുമോ? നിങ്ങൾ സ്വപ്നങ്ങൾ കാണുകയും നിങ്ങൾ സ്വപ്നങ്ങൾ എഴുതിയിരിക്കും, അത് അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കും. കണ്ട അങ്ങനെ ഞാൻ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോഴപ്പോൾ എനിക്ക് അവസരം എൻ്റെ മോള് കളിയാക്കുമായിരുന്നു. ഞാൻ പണ്ട് 2008 ഞാനൊരു മെഴ്സിഡീസ് ബെൻസ് C ക്ലാസ്സിൻ്റെ ഫോട്ടോ ഞാൻ വീട്ടിലൊട്ടിച്ചിട്ടു. മോള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം നോക്കിയിട്ട് എൻ്റെ കളറൊക്കെ പോയല്ലോ പേപ്പറിൻ്റെ എന്ന് പറഞ്ഞു. ആക്ച്വലി അതിന് ഭയങ്കര ഒരു ഹർട്ടഡായിപ്പോയി. പക്ഷേ ശരിയാണല്ലോ, കുറെ ആയില്ല, കുറെ കാലം കൊണ്ട് ഡ്രീം ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസരം ഞാൻ ആ വണ്ടി വാങ്ങി പോയപ്പോൾ വണ്ടി നിർത്തി. ആ വണ്ടി കിട്ടാനില്ല. അവസരം ഈ കേരളത്തിൽ ഇനി നടക്കാൻ ഞാനും ദീപും ഷെരീഫേട്ടൻ എല്ലാം കൂടെ കേരള യാത്ര നടക്കും ഈ വണ്ടി തേടി. അവസരം ആ വണ്ടി തന്നെ, അതേ വണ്ടി 2 ലൈറ്റുള്ള ഞാൻ അന്ന് എഴുതി ഒട്ടിച്ച ഫോട്ടോയിലുള്ള വണ്ടി എടുത്ത് എൻ്റെ മോളെ കയറ്റി അതിൻ്റെ സൺറൂഫ് മാറ്റി അവൾ അതിനകത്ത് എണീറ്റ് നിന്ന് നമ്മൾ നൈറ്റിൽ ഡ്രൈവ് ചെയ്യും. നമ്മളൊക്കെ പോകാൻ നോക്കുന്നു. ഓക്കെ, അതാണ് അവർക്ക് ഇപ്പോഴും. ആക്ച്വലി കുട്ടികൾ രണ്ടുപേരടുത്ത് ചോദിച്ചാൽ അവർ പറയും എൻ്റെ റോൾ മോഡൽ എൻ്റെ പാരൻസ്. എൻ്റെ മോൻ ഇന്റർവ്യൂവിന് പോയപ്പോഴും അവൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു, നിങ്ങളെ റോൾ മോഡലാണ്. അവനൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നാണ് ആ ഇന്റർവ്യൂ. അപ്പോൾ അവർ തന്നെ അന്തം വിട്ടു. പറയാം എത്രയോ ആൾക്കാരെ പോയി പറയും വൈ എന്ന് ചോദിച്ചപ്പോൾ വൈ എന്ന് പറഞ്ഞ് കുറേ റീസൺസ് പറഞ്ഞു. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വൈ എന്ന് പറഞ്ഞു. അവൻ പറയണ വെച്ചാൽ ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു തരാത്തതോ നിങ്ങൾ ചെയ്ത് കാണിച്ചു തരാത്ത ഒരു കാര്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് ഞാൻ ചെയ്തതല്ല, ഞാൻ ആക്ച്വലി എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഓക്കെ, ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ അവൻ കിട്ടി. ഐ വാസ് വെരി ഹാപ്പി. ഓക്കെ, ഹാപ്പി ഫാദർ ഓഫ് എ സോൾജർ. ഓക്കെ, എനിവേ എനിക്ക് വളരെ ഇമോഷണലി ഞാൻ വളരെ ഇതാവുന്നതെന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് നിങ്ങൾക്കൊരു ചെറിയ കുറേ പൈസ മാത്രം കിട്ടുന്ന സാധനമല്ല. അതിന് വിചാരിക്കുന്ന കുറച്ച് പൈസ കിട്ടണമല്ല, അങ്ങനെ ചിന്തിക്കരുത്. തലമുറകളോളം നിങ്ങളെ ഫോട്ടോ വെച്ച് നിങ്ങളെ തലമുറകൾ പൂജിക്കുന്നത് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് മാത്രം. എത്രയോ ആൾക്കാർക്ക് അത് സംഭവിച്ചിട്ടുണ്ട് ഓൾറെഡി ലോകത്ത്. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബിസിനെല്ലാം നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ. ബിന്ദുവിന് കുറേ കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങളായിട്ട് എല്ലാവരും ചൂടെടുത്തിരിക്കും.